ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ വന്ദന ദാസ് ആശുപത്രിയിലെത്തിയ ഒരു കുറ്റവാളിയാൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത 1 വർഷം കഴിയുമ്പോഴും വന്ദനയുടെ ഓർമ്മകൾക്ക് കേരളത്തിന്റെ മനസ്സിൽ പോലും ഒരു മങ്ങലേറ്റിട്ടില്ല. ഇന്ന് 1 ആണ്ട് തികയുമ്പോൾ വന്ദനയുടെ അച്ഛൻ ഒപ്പം ചേരുകയാണ്. അച്ഛാ, 1 വർഷം അത് നിങ്ങൾ ഈ അനുഭവിച്ച വേദനയുടെ ആഴം മനസ്സിലാകുന്നുണ്ട്. എന്താണിപ്പോൾ? 1 വർഷം അനുഭവിച്ച വേദനയും ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷമൊക്കെ ആർക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അത് ഓരോ ദിവസം ചെല്ലുന്നതും കൂടിക്കൂടി വരികയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ലോകത്ത് ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. കാരണം നമ്മുടെ ഒരു പഞ്ചഭാവമായ എൻ്റെ മോള് നിഷ്ഠുരമായിട്ട് കൊല ചെയ്യപ്പെടുകയും എന്നാൽ അതിന് വേണ്ടത്ത സഹായങ്ങളൊന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 1 വർഷം ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇപ്പോൾ 1 ഇയർ? പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും 1 വർഷം കഴിയുമ്പോൾ ഹിന്ദു ആചാരപ്രകാരം മോള് മരിച്ച മേടമാസത്തിലെ പൂരാട നാളിലാണ് മോള് മരിക്കുന്നത്. അതോടനുബന്ധിച്ച് ഇവിടെ കൊച്ചിന് മോളെ ദഹിപ്പിച്ച സ്ഥലത്തും അസ്ഥിത്തറയിലുമൊക്കെ ബലിയിട്ടു. അതിനുശേഷം മോളുടെ ഓർമ്മയ്ക്കായി കുറുപ്പന്തറ മെമ്മോറിയലുള്ള ഒരു അനാഥാലയത്തിന് അന്നദാനം കൊടുക്കുകയും ഞങ്ങളും അത് വിളമ്പിക്കൊടുത്ത് അവരോടൊപ്പം ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തതോടുകൂടി ആ ഒരു ചടങ്ങ് തീർത്തു. മോളുടെ അവശിഷ്ടങ്ങൾ അസ്ഥിയൊക്കെ വീടിന് മുൻവശത്ത് തന്നെ ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. അത്രയും ഉള്ളൂ. പിന്നെ ഡിസംബർ 10 എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് മാസം അനുസരിച്ചുള്ള ഒരു ഡേറ്റാണ്. മെയ് 10. അത് മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല. എന്നാൽ മോള് ഉണ്ടായിരുന്നപ്പോൾ മോളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ പാവപ്പെട്ടവരെയും പാവങ്ങളെയും സഹായിക്കുക എന്നുള്ളത്. അതിനോടനുബന്ധിച്ച് മോളുടെ അമ്മയുടെയൊക്കെ തറവാടിരുന്ന തൃക്കുന്നപ്പുഴയിൽ അവർക്കല്പം സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ ഔട്ട് ഹൗസ് പോലെ ഉണ്ടായിരുന്നു. വെക്കേഷൻ വരുമ്പോഴത്തേക്ക് അവിടെയൊക്കെ മോളൊക്കെ ഞങ്ങളൊക്കെ പോകുമായിരുന്നു. അവിടെ മോളുടെ ആഗ്രഹം സാഫല്യത്തിന് വേണ്ടി ചെറിയ ഒരു ക്ലിനിക്ക് അവിടെ രൂപപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മോളുടെ കൂടെ പഠിച്ച പല ഡോക്ടർമാരുമൊക്കെ അവിടെ ഒന്ന് ഫ്രീ ആയിട്ട് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള സേവനമാണ് മോളുടെ ആഗ്രഹം. മോള് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോലും ഗൈനക്കോളജി പാസ്സായിട്ട് അട്ടപ്പാടിയിൽ പോയി പാവപ്പെട്ടവരെ ചികിത്സിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. അതിനൊക്കെ വേണ്ടി ഉള്ള പഠിത്തവും പ്രവർത്തനവും ഹൗസ് സർജൻസിയുടെ ഇടയിലും മോള് നടത്തിക്കൊണ്ടിരുന്നു. ഈ ഇപ്പോൾ വന്ദനയ്ക്ക് വേണ്ടിയിട്ട് ഒരു വന്ദനയുടെ ഓർമ്മ നിലനിർത്താൻ നാട്ടുകാർക്ക് സഹായം ചെയ്യാനായിട്ടൊരു ക്ലിനിക്ക് വരികയാണ്. ഈ 1 വർഷം കൂടുമ്പോൾ ഒരു നാട്ടുകാർക്കും കൂടി വന്ദനയുടെ സഹായം ഇപ്പോഴും കിട്ടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നൊരു കാര്യം. അതെ മോളുടെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ മോളുടെ അമ്മ വീട് അവരുടെ അച്ഛൻ്റെയൊക്കെ വീട് ആ ഭാഗത്തായിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരു നാഷണൽ വാട്ടർ ഹൈവേയുടെ അടുത്ത സൈഡിലാണ് അവിടെ. അപ്പം കായലാണ് സൈഡിൽ. അവിടെ അങ്ങനെ ഒരു ആഗ്രഹം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സബലീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോടതിയിലാണല്ലോ ഇപ്പോൾ 22-ാം തീയതി കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും സന്ദീപിനെ. കോടതിയിലെ നടപടികളിൽ വിശ്വാസമുണ്ട്. അതായത് കോടതിയുടെ നടപടികളിൽ വിശ്വാസം ഉണ്ട് എങ്കിൽ പോലും നമുക്ക് വേണ്ടത്ര
സപ്പോർട്ടുകൾ, ന്യായമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ പലപ്പോഴും ഈ കൊട്ടാരക്കര കോടതിയിലെ ഉദ്ദേശമല്ല ഞാൻ പറയുന്നത്, പൊതുവെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്, സർക്കാർ സംവിധാനങ്ങളിലും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് സാധാരണക്കാരെ ജനങ്ങളെ പോലെ തന്നെ, പബ്ലിക്കിനെ പോലെ തന്നെ നമുക്കും അതിൻ്റെ അകത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസിന്റെ വിചാരണ തുടങ്ങുന്നതിന് വേണ്ടി സർക്കാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഞാനത് ഉൾക്കൊള്ളാതെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പല നിയമവിദഗ്ധരുടെയും ഉപദേശം അനുസരിച്ച്, സുപ്രീം കോടതിയിലുള്ളവരുടെയൊക്കെ ഉപദേശം അനുസരിച്ച് 1 വർഷം ആയ പ്രതിക്ക് ചിലപ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഈ കേസ് വാദിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തണമെന്ന് ഗവൺമെന്റ് റിക്വസ്റ്റ് അയച്ചിരുന്നു. ഗവൺമെന്റ് റിക്വസ്റ്റ് അത് അംഗീകരിച്ചു. അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ എന്നുള്ള അഡ്വക്കേറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തെയാണ് ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് അതിനുള്ള സാങ്ഷൻ തന്നു. കേസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. 4-ാം തീയതി കുറ്റപത്രം സമർപ്പിക്കുമെന്നുള്ള പറഞ്ഞ് ഞങ്ങളും പോയിരുന്നു. എന്നാൽ പ്രതിയുടെ വക്കീൽ എന്തോ കാരണങ്ങൾ പറഞ്ഞ് കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 22-ാം തീയതി വച്ചിരിക്കുകയാണ്. അപ്പോൾ 22-ാം തീയതിയും പോലും ചിലപ്പോൾ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലായിരിക്കാന്നാണ് നമ്മുടെ അഡ്വക്കേറ്റ് ഇന്നലെ വിളിച്ചു പറഞ്ഞത്. കാരണം സൂം കോൺഫറൻസിൽ കൂടെ ആണ് അടുത്ത 22-ാം തീയതി ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവർ തമ്മിലുള്ള അവരുടെ പ്രതിയുടെ വക്കീൽ ഇന്നലെ ഒരു പെറ്റീഷൻ സമർപ്പിച്ചിരുന്നു. അതുമായിട്ട് അതിന്റെ കൗണ്ടർ നമ്മൾ ഇന്ന് കൊട്ടാരക്കര കോടതിയിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ വാദം നടന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങുമായിരിക്കൂ എന്നുള്ള സംശയമാണ് നമ്മുടെ അഡ്വക്കേറ്റും പറഞ്ഞിരുന്നത്. കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുമ്പോൾ പ്രതി നേരിട്ട് കോടതിയിൽ ഹാജരാകണം. ഈ വന്ദന മരിച്ചതിന് ശേഷമാണ് ഡോക്ടർമാരുടെ ആവശ്യങ്ങളൊക്കെ സുരക്ഷ വേണം എന്നുള്ളതൊക്കെ സർക്കാർ കാര്യമായി പരിഗണിച്ചത്. പക്ഷെ ഇപ്പോഴും തോന്നുന്നുണ്ട് വന്ദനയ്ക്കൊപ്പമുള്ള ഡോക്ടർമാരൊക്കെ സുരക്ഷിതരാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സാധാരണക്കാരനായതുകൊണ്ട് വന്ദനയ്ക്കുണ്ടായ അനുഭവം വരെ ആർക്കും ഉണ്ടാകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും എനിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മോളാണ് ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നത്, ഏറ്റവും വലുത്. അപ്പം അങ്ങനെ ഇനിയും അങ്ങനെ ഉണ്ടാകരുത്. പലയിടത്തും വീണ്ടും ഉണ്ടാകുന്നുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ പണ്ടേ ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പം ഇതിപ്പം കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ പറയരുത് എന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേസുണ്ട്, പോലീസിന്റെ കാര്യങ്ങൾ അതിന് സപ്പോർട്ട് വേണമല്ലോ. അതുകൊണ്ട് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഇത് കഴിഞ്ഞാലും അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിയമ നടപടികൾ ഭാവിയിലും തുടർന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വിഷമം മനസ്സിലാകും. അപ്പോൾ നോക്കൂ, വന്ദന ജനിച്ചു വീണ അന്ന് മുതലുള്ള എല്ലാ ഫോട്ടോയും, വന്ദന അവസാനമായി ഉപയോഗിച്ച കോട്ട്, അങ്ങനെ വന്ദനയുടെ വസ്ത്രങ്ങൾ, അങ്ങനെ ഒരു മകൾക്ക് വേണ്ടി നൽകാൻ പറ്റുന്ന അത്രയും ഓർമ്മകൾ അവർ പേരെയാണ് ഈ വിഷമത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത്. അവർക്കത് കഴിയില്ല എന്നാണ് അച്ഛൻ തുറന്നു പറയുന്നത്. ഈ ഓർമ്മകൾക്ക് ഒരിക്കലും മങ്ങലേൽക്കില്ല. പത്തരമാറ്റ് തിളക്കമാണ് എല്ലാവരുടെയും മനസ്സിൽ. വന്ദനയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.